ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടദശാധ്യായനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. സാഖ്യയോഗം നമ്മള് ഇനി 57 മഞ്ജു? അതെ അതെ സാർ. നമുക്ക് ചൊല്ലാവോ? 57 ശ്ലോകവും വായിക്കാവോ? യ സർവത്രാനഭിസ്നേഹഃ തത്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആര് ഒരിടത്തും ഒന്നിലും ആസക്തിയില്ലാതെ ശുഭമോ അശുഭമോ എന്തു വന്നാലും സന്തോഷിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്നില്ലയോ അവന്റെ ബുദ്ധി ഉറച്ചതാകുന്നു. വിദഗ്ധനായ ചിത്രകാരൻ താൻ വരയ്ക്കുന്ന ചിത്രത്തെ വിവിധ കോണുകളിൽ നിന്ന് മാറി മാറി വീക്ഷിച്ച് മികവുറ്റതാക്കുന്നത് പോലെ ഭഗവാൻ ഉചിതമായ പദങ്ങൾ തിരഞ്ഞെടുത്ത് സ്ഥിതപ്രജ്ഞന്റെ തൂലികാ ചിത്രത്തെ അതീവ സുന്ദരമാക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നിനോടും വിശേഷ പ്രതിപത്തിയില്ലാതെ ജീവിതാനുഭവങ്ങളെയെല്ലാം സമചിത്തതയോടെ അഭിമുഖീകരിക്കുന്നതിനത്രേ സ്ഥിതപ്രജ്ഞ. ഈ ശ്ലോകത്തിലെ ആശയത്തെ മുഴുവനായി കണക്കിലെടുത്താലേ ഇവിടെ സൂചിപ്പിക്കുന്ന നിസ്സംഗതയുടെ അർത്ഥം വ്യക്തമാകും. വെറും നിസ്സംഗത ബ്രഹ്മനിഷ്ഠയുടെയോ വിവേക വിചാരത്തിന്റെയോ ലക്ഷണമല്ല. വിഷയവിരക്തി വന്നാൽ ബ്രഹ്മനിഷ്ഠ കൈവരിക്കാം എന്ന് കരുതി കർത്തവ്യ കർമ്മങ്ങൾ വെടിഞ്ഞ് വനാന്തരങ്ങളെ ആശ്രയിക്കുന്ന എത്രയോ മൂഢ സാധകരെ കാണാം. അർജുനൻ തന്നെ ഇത്തരത്തിലുള്ള തന്റെ ഇംഗിതം തുടക്കത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഏകാന്തതയിലിരുന്ന് ആത്മസാക്ഷാത്കാരം നേടാമെന്നാണ് അയാൾ കരുതിയത്. ആത്മഹത്യാപരമായ പ്രസ്തുത സംരംഭത്തിൽ നിന്ന് അർജുനനെ പിന്തിരിപ്പിക്കാൻ ആണല്ലോ ഗീതോപദേശം ആരംഭിച്ചത് തന്നെ. ബുദ്ധിശൂന്യവും ആപത്കരവുമായ വൈകാരിക ബന്ധങ്ങളിൽ നിന്ന് വിരക്തനായി എന്നതുകൊണ്ട് മാത്രം സാധകന് ബ്രഹ്മനിഷ്ഠ കിട്ടില്ല. മനസ്സിനെ സന്തുലിതാവസ്ഥയിൽ നിർത്തുകയാണ് മുഖ്യം. ശുഭവും അശുഭവുമായ അനുഭവങ്ങൾ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അവയെ തുല്യനിലയിൽ കാണാൻ കഴിയണം. ശുഭം, അതായത് നന്മ വരുമ്പോൾ മതിമറന്ന് സന്തോഷിക്കുകയോ, അശുഭം, അതായത് തിന്മ വരുമ്പോൾ മനം നൊന്ത് കേഴുകയോ അരുത്. ശരി, നിസ്സംഗനായി ജീവിക്കുക. ബാക്കി ഓക്കെ ചേട്ടാ. പ്രീതുന് വായിക്കാമോ? ഗീതയുടെ ഇത് പോയി. പ്രീത് വായിക്കുന്നത് സാർ. രണ്ടാമത്തെ 58 അല്ലേ? 58 ലാസ്റ്റിന്റെ മേളത്തെ പേര് നിസ്സംഗനായി. 57 സാർ. 57 ലാസ്റ്റ് പാരഗ്രാഫിന്റെ മേളത്തെ പാരഗ്രാഫ്. നിസ്സംഗനായി ജീവിക്കുക. അതെ, നിസ്സംഗനായി ജീവിക്കുക എന്നതിന് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നല്ല, ഭോഗ്യ വിഷയങ്ങൾ കടിമപ്പെടാതെ സ്വതന്ത്രനും സ്വധർമ്മനിരതനുമായി ജീവിക്കുക എന്നാണർത്ഥം. ശീതകാലത്ത് പ്രഭാതത്തിലെ തണുപ്പകറ്റാൻ വെയിൽ കായുമ്പോൾ സൂര്യരശ്മി കണ്ണിൽ കുത്തുന്നുവല്ലോ എന്നാവലാതിപ്പെടുന്നത് വിവേകത്തിന്റെ ലക്ഷണമല്ലല്ലോ. രശ്മി കണ്ണിൽ തട്ടാതെ നോക്കി ഇളം ചൂടേറ്റ് തണുപ്പകറ്റുകയാണ് വിവേകികൾ ചെയ്യുക. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖം മാത്രമേ വരാവൂ, ദുഃഖം വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് വിവരക്കേടാണ്. വന്നും പോയും ഇരിക്കുന്ന സുഖദുഃഖങ്ങളെ നിസ്സംഗഭാവത്തിൽ അഭിമുഖീകരിക്കുക. ബ്രഹ്മിഷ്ഠന് യാതൊന്നിന്റെ നേരെയും സന്തോഷമോ വെറുപ്പോ ഉണ്ടാവില്ല. മനസ്സിന്റെ നിറം
ദൃശ്യവസ്തുക്കളിൽ ആരോപിക്കാതെ വസ്തുക്കളെ യഥാർത്ഥമായി കാണുന്ന, എല്ലാം പരമ്പൊരുളിന്റെ വിലാസം മാത്രമെന്ന് കാണുന്ന സിദ്ധപുരുഷന് ശുഭാശുഭഭേദ കൽപ്പന തന്നെ ഉണ്ടാവാൻ വയ്യ. ഹർഷമോ വിഷാദമോ ഇല്ലാത്ത അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ അന്യരുടേതായി തുലനം ചെയ്യാനാവില്ല. ഇതിനകത്തിലെ 6 ഒരിടത്തും ഒന്നിലും ആസക്തിയില്ലാതെ ശുഭമോ അശുഭമോ എന്ത് വന്നാലും സന്തോഷിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്നില്ലയോ അവന്റെ ബുദ്ധി ഉറച്ചാവുന്നു. അപ്പം നമ്മൾ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ നിസ്സംഗനാവണം, സമചിത്തത്തിന്റെ നിസ്സംഗൻ വിഷയവിരക്തി വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിനത്തിലെ അർജുനൻ പറഞ്ഞേക്കുന്ന അർജുനന്റെ ഒരു അപ്രോച്ചാണ് ഇപ്പൊ കൃഷ്ണൻ ഇവിടെ പറയുന്നത്. കാരണം ഈ ആദ്യത്തെ ശ്ലോകത്തിലെ ഇത് ഈ വയലൻസ്, ഈ അഹിംസയൊന്നും വേണ്ട, ഹിംസയൊന്നും വേണ്ട, എനിക്കിതൊന്നും ആരെയും ഇങ്ങനെയുള്ള യുദ്ധത്തിൽ കൊല്ലണ്ട, മുത്തശ്ശിനെയും ഇതെല്ലാം എനിക്കിതിലെ ഈ യുദ്ധത്തിന്റെ കെടുതികളെയൊക്കെ ഓർത്ത് വർണ്ണസങ്കരം ഉണ്ടാവും, യുദ്ധത്തിന്റെ കെടുതികളെ ഓർത്ത് ഇത് യുദ്ധം വേണ്ട, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുക. എന്ന് വെച്ചാൽ എന്റെ കടമയിൽ നിന്ന് മാറിയിരിക്കുക. അപ്പം എന്നിട്ട് എനിക്ക് സന്യാസം, എനിക്ക് ശാന്തി, എനിക്ക് മോക്ഷം കിട്ടണം എന്ന് വെച്ചാല് എനിക്ക് ഇതൊന്നും വേണ്ട, ഞാൻ പോയി സന്യാസിച്ചോളാം, എനിക്ക് കൃഷ്ണ എനിക്ക് ശ്രേയസ്കാരൻ പറഞ്ഞതാ, ഞാൻ എനിക്ക് സന്യാസിച്ചാൽ എന്താ, ഇതിന് യുദ്ധം അവോയ്ഡ് ചെയ്തിട്ട്. ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെയാണ്. നമ്മൾക്ക് ചില കാര്യങ്ങൾ വരുമ്പോഴേ നമ്മുടെ ജീവിതത്തില് ഈ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും, അത്യാഹിതങ്ങൾ സംഭവിക്കും. നമ്മളിങ്ങനെ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചില അത്യാഹിതങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഇതുകൊണ്ടൊന്നും അർത്ഥമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ദൈവത്തിലോട്ട് വെച്ചാല് ആത്മീയ കാര്യങ്ങളിൽ അങ്ങോട്ട് മുഴുകാൻ തുടങ്ങും. ആക്ച്വലായിട്ട് നമ്മുടെ വാസനയുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ആത്മീയ കാര്യങ്ങൾ നീങ്ങിയത്? നമുക്ക് ചില അത്യാഹിതങ്ങൾ സംഭവിച്ചപ്പോൾ നമുക്ക് താങ്ങാൻ വയ്യ. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമ്മൾ ആത്മീയമായിട്ട് ഈ ചില കാര്യങ്ങൾ ആത്മീയതയിലോട്ട് നീങ്ങും. അതൊരിക്കലും പാടില്ല. അതാ ഈ സംഘം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നിസ്സംഗമാവണം, വിരക്തി വരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എല്ലാവരും പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ ഭയങ്കര ഭക്തി മാർഗത്തിലായിരിക്കും ജീവിതം, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷ നല്ല കാര്യം, എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമ്പോൾ പിന്നെ ഈ ലൗകിക ജീവിതത്തിൽ നിന്ന് അങ്ങ് വിടും. ലൗകിക ജീവിതത്തിൽ നിന്ന് വിട്ട് ആത്മീയ കാര്യങ്ങളിൽ ഇപ്പം എനിക്ക് തന്നെ അറിയായിരുന്നു, ഈ എത്രയോ പേര് ഈ ആശ്രമത്തിൽ ഞങ്ങൾ പോയി താമസിച്ചിട്ടുണ്ട്. എന്നിട്ട് താമസിക്കുമ്പോഴേ അവിടുത്തെ 1-2 കേസ് അത്യാഹിതം സംഭവിക്കുന്നു വെച്ചാല് ഒരു പർട്ടിക്കുലർ കേസ് പറയാം. അവിടെ 2 കുട്ടികള്, ഒരു അമ്മയുടെ 2 മക്കളും ആൺമക്കളായിരുന്നു. അവർ ഒരു M.Tech-നും പഠിക്കുമ്പോൾ B.Tech-നും പഠിക്കുമ്പോൾ അവര് ആക്സിഡന്റിൽ മരിച്ചുപോയി. ആലോചിച്ച് നോക്കി. അപ്പം ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അത്യാഹിതം ജീവിതത്തിൽ സംഭവിച്ചേക്കുന്നത്. അവർക്കിങ്ങനെ, അതും M.Tech-നും B.Tech-നും പഠിക്കുന്ന ഇപ്പം അവര് പെട്ടെന്ന് അപ്പൊ ഷോക്കല്ലേ, ജീവിതത്തിലെ ഷോക്ക്. അവർ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്യാഹിതം സംഭവിച്ചിരിക്കുക. അപ്പോൾ അതൊരു കർമ്മഫലമാണ്. പക്ഷെ എന്തുവായാലും അത് അത്യാവശ്യം സംഭവം. ആശ്രമത്തിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുക. അപ്പം ആശ്രമത്തിൽ വന്ന് ഇങ്ങനെ പിന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ കാണും. പക്ഷേ ആ ആത്മീയമായിട്ട് അങ്ങനെ പോകുന്നത് ആക്ച്വലായിട്ട് ഈ ഒരു അത്യാവശ്യം സംഭവിച്ചെന്നല്ലാതെ വാസനകൾ തീർന്നിട്ടില്ല. അപ്പം ഞാൻ ഈ അത്യാഹിതം സംഭവിച്ചത് കൊണ്ട് ഞാൻ തിരിച്ച് ആത്മീയതയിലോട്ട് വന്നു. അപ്പൊ അത്യാഹിതത്തിൽ കൂടെ അല്ല എനിക്ക് ഈ ആത്മീയതയിലോട്ട് തിരിയേണ്ടത്. നമ്മുടെ വാസനകളെ മൊത്തം വിട്ട് തീരാതെ, എന്നുവെച്ചാൽ വാസനകളെ ഞാൻ നിസ്സംഗഭാവത്തിൽ, അതാ എനിക്ക് വരുന്ന ദുഃഖത്തിനെയും സുഖത്തിനെയും ഞാൻ സമചിത്തതയോടെ, ആ ദുഃഖം സഹിക്കവയ്യാതെ ഇങ്ങോട്ടായതാ. അല്ലാതെ അങ്ങനെ ആ മക്കള് മരിച്ചില്ലായിരുന്നെങ്കിൽ ആത്മീയതയിലോട്ട് വരത്തില്ല. അപ്പൊ എന്റെ അർത്ഥം എന്തുവാ? എന്റെ വാസനകൾ അവിടെ നിൽക്കുക. ആ മരണം കൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ടായത്. മരിച്ചില്ലായിരുന്നെങ്കിലോ തീർച്ചയായിട്ടും അവര് ഈ ആത്മീയതയിലോട്ട് വരത്തില്ല. അപ്പം എനിക്കൊരു അത്യാഹിതം സംഭവിക്കുന്നതിലൂടെ ആത്മീയതയിലോട്ട് വരുന്നത് ഇപ്പൊ ഈ അർജുനന്റെ കൂട്ട് തന്നെ. അർജുനൻ കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരു മുത്തശ്ശനെയും കൊല്ലണോ, ആ അഹന്താ മമതയിലോട്ട് വന്നു. എന്റെ മുത്തശ്ശനെയും എന്റെ ഗുരുവിനെയും കൊല്ലണോ, അങ്ങ് തളർന്നു പോയി. ആക്ച്വലായിട്ട് അർജുനന്റെ വാസന എന്തുവാ? യോദ്ധാവ. അപ്പം ഈ കടമയിൽ നിന്ന് മാറുക എങ്ങനെ? തളർച്ച കൊണ്ട്. ഒരു തളർച്ച എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ ഒളിച്ചോടി പോകരുത്. അതിനെ നിസ്സംഗഭാവത്തിൽ വെച്ചാല് ആ സുഖത്തുവായാലും ദുഃഖമായാലും എന്നിൽ നിന്ന് പോയത് എന്നിൽ വന്നേ പറ്റൂ.
എനിക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കത്തില്ല. നമ്മൾ ഈ പാരമാർത്ഥിക സത്യങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റൂ. കാരണം ഈ സത്യങ്ങൾ അറിയാത്തടത്തോളം കാലം എനിക്ക് എവിടാ എന്തുകൊണ്ട് സംഭവിക്കുന്നു, എനിക്ക് എന്ത് ഞാൻ എന്റെ വിധിയെ വിധി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളെല്ലാരും വിധി, എന്റെ വിധിയാന്ന് പറയും. എന്തുകൊണ്ട് എന്തോ ഈ വിധി എന്ന് ഉദ്ദേശിക്കുന്നേ? നമ്മൾ എന്തുവാ വിധി എന്ന് ഉദ്ദേശിക്കുന്നേ? ഞാൻ കുറ്റക്കാരനല്ല. ഈ ദൈവം ഏതോ ഒരു ശക്തി, എന്നിൽ കവിഞ്ഞൊരു ശക്തി എനിക്ക് തന്നേക്കുന്ന ചില അനുഭവങ്ങളായി, ഇത് ഞാൻ ആയിട്ട് ബന്ധമില്ല, പക്ഷെ എനിക്ക് തന്നേക്കുന്ന ദൈവം ഇതാ, കണ്ണി ചോരയില്ലാത്ത ഇന്നത്തെ കാലത്ത് ദൈവം അധർമ്മികളുടെ കൂടെ. നമ്മുടെ ഈ പാരമാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കുന്നത് വരെ എനിക്ക് എന്താ ഇങ്ങനെ സംഭവം, നമുക്ക് ആ ക്വസ്റ്റ്യന് ആൻസർ ഇല്ല. അപ്പം ഞാൻ വിധിക്കപ്പെട്ടവനാ, ഞാൻ ഇത്രയേ ഉള്ളൂ, എന്റെ ജീവിതം ഇതാ, ഇത് ദൈവം തന്ന ഒരു ശിക്ഷയാ എനിക്ക്, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാനൊരു പാപിയാ. ഈ വിധി എന്ന് പറയുന്നത് എന്റെ മിസ്റ്റേക്ക് അല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ഈ അനുഭവം വന്നു. അപ്പൊ എനിക്ക് ഇതിന്റെ ആ അർത്ഥം നമുക്ക് അതിനുള്ള ഉത്തരം അറിയത്തില്ല. അപ്പൊ ഞാന് എന്റെ വിധിയെ പഴിക്കുക. ഇത് എന്നിൽ നിന്ന് പോയത് എന്നിൽ നല്ലതായാലും തിരിച്ചതായാലും അത് സയന്റിഫിക്കാ. എവറി റിയാക്ഷൻ ദേർ ഈസ് ആൻ ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഞാൻ ഈ ജന്മത്തിലല്ല, ഞാൻ എത്രയോ ജന്മങ്ങളിൽ കൂടെ ജീവിതം എങ്ങനെ നടന്നു വരിക. കാരണം ഓരോരോ ശരീരങ്ങൾ ഉപേക്ഷിച്ച് ഇപ്പോഴത്തെ ശരീരത്തിൽ, ഇപ്പൊ ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നു. ഏതോ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം എനിക്ക് ഈ നല്ലതായാലും ചീത്തയായാലും വന്നേ പറ്റൂ. അപ്പൊ ഇതിനെ നമ്മൾ ടോട്ടലി അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഇതിൽ നിന്ന് ഒളിച്ചോടാനും നമുക്ക് സാധ്യമല്ല. സാധിച്ചോ നമ്മൾ ഒളിച്ചോടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയാൽ പോലും എന്റെ നാശത്തിലോട്ടായിരിക്കും അത് പോകുന്നത്. എനിക്ക് ഇതിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിൽ നിന്ന് പോയി നമ്മൾ വന്നേ പറ്റൂ. അത് ആർക്കും ഒരു ഈശ്വരനും തടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ വരുന്നതിനെ നമ്മൾ ഫുൾ ഹാർട്ടഡ് ആയിട്ട് മനസ്സാ നമ്മൾ അതിനെ വരിച്ചേ പറ്റൂ. വി ഹാവ് ടു എംബ്രേസ് ദ സിറ്റുവേഷൻ എന്നാ പറയുന്നത്. നമ്മള് ഏതായാലും അപ്പൊ ഇതെല്ലാം ഈ അനുഭവങ്ങളെല്ലാം അങ്ങനെ നിൽക്കത്തില്ല. ഓരോ അനുഭവങ്ങളും വന്നു പോകും. നല്ലതായാലും അങ്ങനെ നിൽക്കത്തില്ല. നമ്മൾ നല്ലത് വരുമ്പോ ഓർത്തുണ്ടല്ലോ, നല്ല കാലം വരുമ്പോ അങ്ങോട്ട് അഹങ്കരിക്കും. നമുക്ക് ഈഗോ അങ്ങോട്ട് നെകളിക്കും. കുറെ കഴിയുമ്പോ അതും മാറും. അടുത്ത ഒരു കഷ്ടകാലം വരും. ഒരു കഷ്ടകാലം വന്നാലോ അത് അങ്ങനെ നിൽക്കുവോ? അത് പിന്നെയും അത് കടന്നു പോകും. അപ്പൊ നമ്മളെ ഈ പാരമാർത്ഥ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഇതിനകത്ത് നിന്ന് മാറി നിൽക്കാൻ നമുക്കൊരു കഴിവുണ്ടാവും. ഇതിനൊരു കഥയുണ്ട്. സ്വാമിജി പറഞ്ഞൊരു കഥയാ. ഒരിടത്ത് ഒരു അച്ഛനും മോനുമേ ഉള്ളൂ. ഇതൊരു ഫോറിൽ നടന്ന അങ്ങനെ ഒരു കഥയായിട്ടാ. അവർക്കൊരു കുതിരയുണ്ട്. ആ ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആ അച്ഛനും മോനും ഒരു കുതിരയെ, കാട്ടിൽ നിന്ന് ഒരു കുതിരയും കൂടെ വന്നു ചേരും. ആൾറെഡി ഒരു കുതിരയുണ്ട്. ഒരു കുതിരയ്ക്ക് ഭയങ്കര വിലയാ അവിടെ. ആ കാട്ടിൽ നിന്ന് ഒരു കുതിര വന്നു ചേരും. അപ്പൊ എല്ലാം നാട്ടുകാരെല്ലാം പറയോ, നിങ്ങൾക്ക് ഇത്ര നല്ല കാലം, ഇത്രയും വിലയുള്ള സമയത്ത് ഒരു കുതിര നിങ്ങൾക്ക് വന്ന് കയറിയില്ലയോ, നിങ്ങൾക്ക് നല്ല കാലവാ എന്ന് പറയും. അപ്പൊ ആ അച്ഛൻ പറയും, ആർക്കറിയാം ഇത് നല്ലതിനല്ലെന്ന്. എന്തോ ഒരു കുതിര വന്ന് കയറുമ്പോ നല്ലതല്ലേ, നിങ്ങൾക്ക് ഇത്രയും രൂപയൊക്കെ ഉള്ള സമയത്ത് ഒരു കുതിര വെച്ചും വന്ന് കയറുക, അത് നിങ്ങളെന്താ ഇങ്ങനെ നല്ലതല്ലെന്ന് പറയുന്നേ? അതിനായാലും പറയും, ഈ നല്ലത് വന്ന് കയറി, പക്ഷെ ഇത് ആർക്കറിയാം ഇത് നല്ലതിനല്ലെന്ന്. അപ്പൊ എല്ലാവരും അത് എന്തോ ഇങ്ങനെ പറയുന്നതെന്ന്. അങ്ങനെ ദിവസങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേ ആ കുതിരയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട്, മെരുക്കാനായിട്ട് ഈ മകൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അത് ആ കാലുമടക്കി ഒരു അടി കൊടുക്കും. ഈ മോൻ തെറിച്ചു പോയി വീഴുന്ന കല്ലില്ല, അതിന്റെ ദേഹമെല്ലാം ഫ്രാക്ചർ ആവും. അപ്പം നാട്ടുകാരെല്ലാം പറയും, കണ്ടോ നിങ്ങൾ അന്ന് പറഞ്ഞായിരുന്നു ശരിയാ, ഈ കുതിര വന്ന് കയറിയത് നമുക്ക് നല്ലതിനല്ലെന്ന് നിങ്ങൾ ശരിയാ കണ്ടില്ലയോ? നിങ്ങളുടെ മോനിപ്പോ വന്ന് കയറിയത് ദോഷ സമയമാണ്. നിങ്ങളുടെ മോനിപ്പം കണ്ടില്ലയോ, എല്ലാം ഒടിഞ്ഞു കിടക്കുന്നു, ഫ്രാക്ചറായി കിടക്കുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞ എത്രയോ ശരിയാ. അപ്പൊ ഈ അച്ഛൻ പറയും, ആർക്കറിയാം ഇത് നല്ലതിനല്ലെന്ന്. കാരണം ഇതുകൊണ്ടെങ്കിലും നല്ലത് വരാൻ ചാൻസ്, ഈ ഒരു കഷ്ടകാലമാണെങ്കിലും ഈ നടന്നത് ഒരു നല്ലതിനായിരിക്കും, ആർക്കറിയാം. അപ്പൊ എല്ലാവരും അത് എന്തു ചെയ്ത് ഒരു ആപത്ത് സംഭവിക്കുന്നു, ഉടനെ അത് നല്ലതിനായിരിക്കും എന്ന് പറയുമായിരിക്കും. അങ്ങനെ ദിവസങ്ങൾ പോകുമ്പോഴാണ് ആ രാജ്യത്ത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പം അവിടുത്തെ ഗവൺമെന്റ് ഒരു സർക്കുലർ പഠിപ്പിക്കും, അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം ആ യുദ്ധത്തിൽ കമ്പൽസറി ആയിട്ട് ജോയിൻ ചെയ്തേ പറ്റൂ ആർമിയില്. അപ്പം അങ്ങനെ കമ്പൽസറി ആയിട്ട് ഈ പയ്യൻ മാത്രം എക്സംപ്റ്റഡ് ആവും, കാരണം ഫ്രാക്ചറായി കിടക്കുക, യോഗ്യനല്ല ആർമി ചേരാൻ. ബാക്കി ചെറുപ്പക്കാരെല്ലാം ആർമിയിൽ ജോയിൻ ചെയ്യിപ്പിക്കും. ആർമിയിലും എല്ലാരും മരിക്കുക, ആ ചെറുപ്പക്കാരെല്ലാം. അപ്പോ
ഈ പയ്യൻ മാത്രം അതിന് പോയില്ല, പോയിരുന്നെങ്കിൽ മരിച്ചേനി. അപ്പൊ എത്രയോ അപ്പം അത്രയും നോക്കി, നമുക്ക് ഓരോന്നും സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ കഷ്ടകാലമാ അല്ലെങ്കിൽ നമ്മുടെ നല്ല കാലമാ. ഓരോന്നും സംഭവിക്കും, ഏതിനാന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഇതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം ഈ വരുന്നതിനെ, ഈ അത്യാഹിതം സംഭവിക്കുമ്പോൾ നമ്മൾ എടുത്ത് ചാടി ആത്മീയതയിലോട്ട് ചാരും. അത് നമുക്ക് അത് നിസ്സംഗത്വം അല്ലത്. ഞാൻ എല്ലാം വിട്ടു, എന്റെ ഫാമിലി ലൈഫ് എല്ലാം വിട്ട് നമ്മൾ പെട്ടെന്ന് സന്യാസിയാണ്. നമ്മൾ പെട്ടെന്ന് രുദ്രാക്ഷമൊക്കെ ഇട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പെട്ടെന്ന് ഓരോരുത്തർ ആശാവസ്ത്രമൊക്കെ ധരിച്ച് സന്യാസിമാരാവുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടാവും. ശരിക്കും നമ്മുടെ വാസനകളെ ഒന്നും മാറാൻ നമുക്കൊക്കത്തില്ല. അങ്ങനെ നമ്മുടെ ഈ വാസനകളിൽ ഇരുന്നുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ നിസ്സംഗത്വം പ്രാക്ടീസ് ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് വന്നു ചേരുന്ന കർത്തവ്യം ഇല്ലല്ലേ, ഞാൻ സന്യസിക്കാം, ഇനിയിപ്പോ ഞാൻ ഒന്നുമില്ല, ഞാൻ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിസ്സംഗത്വവും സമചിത്തതയും ഇതെല്ലാം വിട്ട് ഞാൻ മാറിപ്പോയി നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. നമ്മുടെ കർമ്മങ്ങളിൽ കൂടെ, നമ്മുടെ വാസനാകർമ്മങ്ങളെ നമ്മൾ സമചിത്തതയിൽ അഭിമുഖീകരിക്കുന്നതിൽ കൂടാണ് നമ്മൾ ഈ സമചിത്തത നേടേണ്ടത്. ഇതിനെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് എനിക്ക് സമചിത്തത നേടാൻ പറ്റത്തില്ല. എനിക്ക് വന്നു ചേരുന്ന കർമ്മങ്ങളെ, നമ്മുടെ ജനിക്കുമ്പോൾ ഒരു പ്രാരബ്ധമുണ്ട്, ആ പ്രാരബ്ധം തീരുന്നത് വരെ നമ്മൾ ഇതിൽ കടന്നു പോയേ പറ്റൂ. ആ പ്രാരബ്ധം അനുഭവിക്കുമ്പോഴാണ്, അണ്ടർഗോ ചെയ്യുമ്പോഴാണ് ഞാൻ സമചിത്തത പ്രാക്ടീസ് ചെയ്യേണ്ടത്. എന്റെ നല്ല അനുഭവങ്ങൾ വരുമ്പോഴും എന്റെ ചീത്ത അനുഭവങ്ങൾ വരുമ്പോഴും ഒരേ മനസ്സിൽ ഇതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, നല്ലത് വരുമ്പോൾ ഞാൻ നെകളിക്കാതെയും എനിക്ക് ചീത്ത അനുഭവങ്ങൾ വരുമ്പോൾ ഞാൻ ദുഃഖത്തിൽ ആഴ്ന്നു പോകാതെയും എന്റെ മനസ്സിനെ ബാലൻസ് ചെയ്ത് ഈ പാരമാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമുക്കതിനൊക്കെ അറിയും. ഇപ്പൊ തന്നെ നമുക്കറിയാലോ, ഓരോന്നും നമുക്ക് ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിനെ മനസ്സിലാക്കി അപ്പൊ ഇതിനെ നമ്മൾ ഡെയിലി എത്രത്തോളം സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, ആ പ്രാക്ടീസ് കൂടാണ് എനിക്ക് നിസ്സംഗത വരേണ്ടത്. അല്ലാതെ എനിക്ക് വന്നു ചേരുന്ന കടമകളിൽ നിന്ന് ഞാൻ മാറിപ്പോയി ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. തിരിച്ച് പഴയ പോലെ വരും. എനിക്ക് ഒരിക്കലും അത് മനസ്സിനെ നമ്മൾ സപ്രസ് ചെയ്യുക. നമ്മുടെ കർമ്മ വാസനകളെയെല്ലാം സപ്രസ് ചെയ്തിട്ട് എനിക്ക് നല്ലത്. അതുകൊണ്ട് വേറൊരു ശ്ലോകത്തിൽ വരുന്നുണ്ട്, നമ്മുടെ സ്വധർമ്മം എത്ര മോശമായാലും, നമ്മുടെ സ്വധർമ്മത്തിലുള്ള കർമ്മങ്ങൾ എത്ര മോശമായാലും പരധർമ്മം വെച്ചാലേ നല്ലതുണ്ട്, എനിക്ക് പോയി സന്യസിച്ചാൽ എനിക്ക് നമ്മൾ വേറൊരാളുടെ ധർമ്മത്തെ എത്ര ശ്രേഷ്ഠമായിരിക്കും. അത് നല്ല രീതിയിൽ നല്ല സാധനങ്ങളൊക്കെ ചെയ്യുന്നു. എന്റെ കർമ്മവാസന ഞാൻ വിട്ടിട്ട് ഞാൻ അതുപോയി നല്ല സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഒരു ഫലവും ഇല്ല. ഞാൻ എന്റെ വാസനയെ തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് ഈ വാസനകളിൽ സ്വധർമ്മത്തിൽ കൂടെ ഓരോരുത്തരുടെയും സ്വധർമ്മത്തിൽ കൂടെ വേണം ഞാൻ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് വരാൻ. കാരണം നമ്മുടെ ഈ വാസനാകർമ്മങ്ങളെ നമ്മൾ നിഷ്കാമമായിട്ട് എന്നുവെച്ചാല് ചിത്തശുദ്ധി വരണം. എന്നുവെച്ചാല് സമചിത്തത, ദുഃഖാനുഭവങ്ങൾ വരുമ്പോഴും സുഖാനുഭവങ്ങൾ വരുമ്പോഴും നമ്മള് മനസ്സിനെ ബാലൻസ്, അല്ലാതെ നമ്മുടെ കടമകളിൽ നിന്ന് മാറിയല്ല ഇതുണ്ടാക്കേണ്ടത്. കടമകളെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു ആ അനുഭവങ്ങളിൽ കൂടെ വേണം ഞാൻ സമചിത്തത കൈവരിക്കാൻ. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഏറ്റവും വലിയ. ഒന്നിനോടും വിശേഷ പ്രതിപത്തി ഇല്ലാത്ത ജീവിതാനുഭവങ്ങളെ എല്ലാം സമചിത്തതയോടെ അഭിമുഖീകരിക്കുന്നവൻ അത്ര സ്ഥിതപ്രജ്ഞൻ. അപ്പം ഇന്ന് കഴിഞ്ഞ ശ്ലോകത്തെ നമ്മൾ കണ്ടു. സ്ഥിതപ്രജ്ഞൻ എന്ന് വെച്ചാല് ജീവൻ മുക്തി വന്ന് നമ്മൾ ധ്യാനത്തിൽ കൂടെ ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പം ചിത്തശുദ്ധി വന്ന് ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തി ഈ ലോകത്തിൽ എങ്ങനെ വ്യവഹരിക്കും? ഒന്നിനോടും വിശേഷ പ്രതിപത്തി അല്ല, ജീവിതവാനങ്ങളെ എല്ലാം സമചിത്തതയോടെ അഭിമുഖീകരിക്കുന്നവൻ അത്ര സ്ഥിതപ്രജ്ഞൻ. എല്ലാത്തിനെയും ദുഃഖം വന്നാലും സുഖം വന്നാലും ഒരേ മൈൻഡിൽ എല്ലാത്തിലും പരമാത്മ ചൈതന്യത്തെ ദർശിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ സ്ഥിതപ്രജ്ഞൻ. അപ്പം എനിക്ക് സുഖമെന്നോ ദുഃഖമെന്നോ എനിക്ക് ആ വ്യക്തിക്ക് കാണത്തില്ല. അങ്ങനെ ആയിരിക്കും എല്ലാ വന്നു ചേരുന്ന കർമ്മങ്ങളെ. ആ സ്ഥിതപ്രജ്ഞനും പ്രാരബ്ധ കർമ്മമുണ്ട്. ആ ശരീരത്തിന് ആ പ്രാരബ്ധ കർമ്മം അനുഭവിച്ചേ പറ്റൂ. മനസ്സ് പരമാത്മ ചൈതന്യത്തിൽ ലയിച്ചെങ്കിലും ശരീരത്തിനുള്ള പ്രാരബ്ധം അണ്ടർഗോ ചെയ്തേ പറ്റൂ. അപ്പൊ ഈ അസുഖങ്ങളോ അത് വരും. പക്ഷെ അതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ, അതിലൊന്നും മനസ്സ് നിൽക്കാതെ, കാരണം ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിൽ ഉറച്ച വ്യക്തിയായിരിക്കും സ്ഥിതപ്രജ്ഞൻ. ആ സ്ഥിതപ്രജ്ഞന് പോലും പ്രാരബ്ധമുണ്ട്. കാരണം ശരീരത്തിന് പലതും, പക്ഷെ ഞാൻ ശരീരബോധമല്ല, ഞാൻ ശരീരമല്ല. അപ്പോ ഈ ശരീരത്തിൽ വരുന്ന ഒന്നും ആ സ്ഥിരപ്രജ്ഞനെ ആ ജ്ഞാനിയെ ബാധിക്കത്തില്ല. എന്ന് പറയുന്ന പോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്കും ആ നില കൈവരിക്കാൻ പറ്റും. അപ്പം ഈ ശ്ലോകത്തിലെ ആശയത്തെ മുഴുവനായി കണക്കെടുത്താലേ ഇവിടെ സൂചിപ്പിക്കുന്ന നിസ്സംഗതയുടെ അർത്ഥം വ്യക്തമാകും. വെറും നിസ്സംഗത ബ്രഹ്മനിഷ്ഠയുടെയോ വിവേക വിചാരത്തിന്റെയോ ലക്ഷണം. അതാ വെറും നിസ്സംഗത. നമുക്കും നിസ്സംഗതയുണ്ട്. എനിക്കൊന്നുമില്ല. ആ നിസ്സംഗത അല്ല ഇവിടെ പറയുന്ന നിസ്സംഗത. വിഷയവിരക്തി വന്നാൽ ബ്രഹ്മനിഷ്ഠ കൈവരിക്കാം എന്ന് കരുതി കർത്തവ്യ കർമ്മങ്ങൾ വെടിഞ്ഞ് വനാന്തരങ്ങളെ ആശ്രയിക്കുന്ന എത്രയോ മൂഢസാധകരെ
കാണാം. അർജുനൻ തന്നെ ഇത്തരത്തിലുള്ള ഇംഗിതം തുടക്കത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഏകാന്തതയിലിരുന്ന് ആത്മസാക്ഷാത്കാരം നേടാമെന്നാണ് അയാൾ കരുതിയത്. ആത്മഹത്യാപരമായ പ്രസ്തുത സംരംഭത്തിൽ നിന്ന് അർജുനെ പിന്തിരിപ്പിക്കാനാണല്ലോ ഗീതോപദേശം ആരംഭിച്ചത് തന്നെ. അതാ ഈ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര കെടുതികളാണ്. ഒത്തിരി പേര് ആണുങ്ങളെല്ലാം മരിച്ചു പോകും, വർണ്ണസങ്കരം ഉണ്ടാവും, ഇവിടെ എത്രയോ പേരുടെ രക്തം ചീന്തും. അതിന് ഇത്രയും വരെ വിശിഷ്ട അതിഥികൾ വെച്ചാല് മുത്തശ്ശനെയും ഗുരുവിനെയൊക്കെ കൊന്നിട്ട് വേണോ ഭിക്ഷയെടുത്ത് ജീവിച്ചാലും പോരെ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം നമ്മുടേതായ ന്യായങ്ങളാണിത്. നമ്മൾ ഈ കടമകളെ ഇത് യുദ്ധമാണ് വന്നു ചേർന്ന അർജുന് ചേർന്ന കടമ. നമുക്കും ഇതുപോലെ കടമകൾ വന്ന് ചേരുമ്പോഴേ നമ്മളിൽ നിന്ന് ആ കടമകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമ്മൾ ഒത്തിരി ന്യായങ്ങൾ പറയും. ഈ കടമകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ നമ്മൾ അതിനെ നിസ്സംഗഭാവത്തിൽ എനിക്ക് വന്നു ചേർന്നതിൽ വന്നു ചേരട്ടെ, അത് ഞാൻ സന്തോഷത്തിൽ വെച്ചാല് ആത്മസംയമനത്തോടെ ഞാൻ ഏത് കർത്തവ്യ കർമ്മങ്ങളും ഞാൻ നിർവഹിക്കും. എനിക്ക് അതിൽ പ്രതിപത്തിയില്ലാതെ വെച്ചാൽ എനിക്ക് ദുഃഖമാണ് അല്ലെങ്കിൽ എനിക്ക് സുഖമാണെന്നുള്ള വേറുകൃത്യമല്ലാതെ ഞാൻ അതിനെ അഭിമുഖീകരിക്കണം. അല്ലെങ്കിലോ ഇതൊരു സൂയിസൈഡ് അല്ല. അർജുനൻ അതിനെ ശങ്കരാചാര്യരുടെ ഒരു വിവേക ചൂടാമണിയുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം കിട്ടി. അപ്പം അർജുനനെ നോക്കി, കൃഷ്ണൻ സുഹൃത്തായിട്ടുണ്ട്. അപ്പം ഈ ഒരു കടമയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അപ്പൊ ഇത്രയുള്ള സാഹചര്യങ്ങൾ കിട്ടിയിട്ടും നമുക്ക് പല സാഹചര്യം കിട്ടിയിട്ടും നമ്മൾ ഈ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നത്, നമ്മളെ ആത്മീയമായിട്ട് ഉയരാതെ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നത് സൂയിസൈഡ് അല്ല. കാരണം നമുക്ക് കിട്ടിയേക്കുന്ന മനുഷ്യജന്മം നമ്മളെ ഇതിനെ ഉയർത്തി നമ്മുടെ പരമാത്മ ചൈതന്യത്തിൽ ലയിക്കാനാണ്. മുക്തിക്ക് വേണ്ടിയുള്ള ഒരു ജന്മമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ലൗകിക സുഖങ്ങളിൽ മുഴുകി ഈ പരമാത്മ ചൈതന്യം അറിയാതെ നമ്മൾ ഈ പോകുന്ന ജീവിതം ഒരു സൂയിസൈഡ് അല്ല. നമ്മൾ പിന്നെയും ജനന മരണത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും. അപ്പം അതാണ് പറഞ്ഞത്, ബുദ്ധിശൂന്യവും ആപത്കരവുമായ വൈകാരിക ബന്ധങ്ങളിൽ നിന്ന് വിരക്തനായി എന്നതുകൊണ്ട് മാത്രം സാധകന് ബ്രഹ്മനിഷ്ഠ കിട്ടില്ല. മനസ്സിനെ സന്തുലിതാവസ്ഥയിൽ നിർത്തുകയാണ് മുഖ്യം. ശുഭവും അശുഭവുമായ അനുഭവങ്ങൾ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അവയെ തുല്യ നിലയിൽ കാണാൻ കഴിയണം. ശുഭം നന്മ വരുമ്പോൾ മതിമറന്ന് സന്തോഷിക്കുകയോ അശുഭം തിന്മ വരുമ്പോൾ മനം നൊന്തു കേഴുകയോ അരുത്. നിസ്സംഗനായി ജീവിക്കുക എന്നതിന് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നല്ല, ഭോഗീയ വിഷയങ്ങൾക്ക് അടിമപ്പെടാതെ സ്വതന്ത്രനും സ്വധർമ്മനിരതനുമായി ജീവിക്കുക എന്നാണ് അർത്ഥം. ശീതകാലത്ത് പ്രഭാതത്തിലെ തണുപ്പകറ്റാൻ വെയിൽ കായുമ്പോൾ സൂര്യരശ്മി കണ്ണിൽ കുത്തുന്നല്ലോ എന്ന് ആവലപ്പെടുന്നത് വിവേകത്തിന്റെ ലക്ഷണമല്ലല്ലോ. രശ്മി കണ്ണിൽ തട്ടാതെ നോക്കി ഇളം ചൂടേറ്റ് തണുപ്പ് അകറ്റുകയാണ് വിവേകൾ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഓരോ അനുഭവങ്ങളെയും നമ്മൾ വിവേകത്തിൽ ഫേസ് ചെയ്യാൻ കൃഷ്ണൻ ഉപദേശിക്കുക. അല്ലാതെ അതിൽ നിന്ന് മാറി എനിക്ക് വെയിൽ കൊള്ളുമ്പോൾ ചൂട് പറഞ്ഞ് ഞാൻ കൂടി അകത്ത് കയറുകയല്ല വേണ്ടത്. ആ ചൂട് കിട്ടുകയും വേണം, എന്നാൽ അത് എന്നെ ബാധിക്കുകയും ചെയ്യരുത്. ആ രീതിയിൽ നമ്മൾ ഓരോന്നിനെയും വിവേകത്തിൽ ഫേസ് ചെയ്യുക. നമ്മൾ അതിനെ ഒഴിഞ്ഞു മാറി പോവരുത്. നമ്മുടെ കടമകളിൽ നിന്നും നമ്മളെ ഒഴിഞ്ഞു മാറി പോകരുത്, അതിനെ തിരസ്കരിക്കരുത്, അതിനെ നമ്മൾ ശപിച്ചോണ്ടും ചെയ്യരുത്. നമ്മുടെ കടമകളെല്ലാം ഉള്ളിൽ ശപിച്ചോണ്ടും ചെയ്യരുത്. നമ്മൾ സമചിത്തതയോടെ അത് എന്നിൽ നിന്ന് പോയത് എന്നിൽ വന്നേ പറ്റൂ. അപ്പൊ ഞാൻ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യണം എന്റെ സിറ്റുവേഷനെ. അതിനെ നമ്മൾ വിവേകത്തിൽ ഫേസ് ചെയ്യണം. നിസ്സംഗനെ സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖം മാത്രമേ വരാവൂ, ദുഃഖം വരരുത് എന്നാഗ്രഹിക്കുന്ന വിവരക്കാരാണ് നമ്മുടെ എല്ലാവരും ചിന്തഗതി. നമ്മളെല്ലാം നമ്മുടെ അമ്പലങ്ങളിൽ പോയി നമ്മുടെ പ്രാർത്ഥന എന്താണ്? പൊതുവെ അരുതാത്തത് സംഭവിക്കരുത്, ദൈവമേ അരുതാത്തത് സംഭവിക്കരുത്, ഇല്ലേ? അരുതാത്തത് പക്ഷേ നമ്മുടെ കർമ്മഫലം സുഖവും എന്താ വെച്ചാല് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഒരു കർമ്മഫലമാണ് ഏത് ഒരു മനുഷ്യനും എടുക്കാന്ന് വെച്ചാൽ അത് ആ മനുഷ്യ ജീവിതം ദുരിതപൂർണമാണ്. ഓവറോൾ നോക്കുമ്പോൾ അതിന്റെ നെറ്റ് റിസൾട്ട് ദുരിതപൂർണമാണ്. എന്ന് വെച്ചാൽ ദുഃഖത്തെക്കാൾ ഏറെ ദുരിതമാണ്. അതാണ് ഈ ജീവിതത്തിന്റെ മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത. പക്ഷെ ഈ ദുരിതത്തിൽ നിന്ന് എനിക്ക് ഈ സ്വധർമ്മങ്ങൾ എന്നെ കർമ്മവാസന ഞാൻ അനുഭവിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ ഉയർത്തി, സാധനങ്ങൾ കൂടി ഉയർത്തി ഞാൻ ആത്മസാക്ഷാത്കാരം കിട്ടുമ്പോൾ ഈ വാസനകളെല്ലാം അനുഭവിച്ച് തീർന്നിട്ടല്ല എനിക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുന്നത്. നമുക്ക് ജീവിതത്തിന് 4 ആശ്രമങ്ങളുണ്ട്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇപ്പം അർജുനനോട് കൃഷ്ണൻ പറയുന്നത് നമ്മളെല്ലാവരും അർജുനന്മാരാ. പക്ഷേ നമ്മളെല്ലാവരും അർജുനന്മാരാണെങ്കിലും നമുക്ക് ഓരോ ആശ്രമം അനുസരിച്ച് ഓരോ കടമകളുണ്ട്. അർജുനന്റെ ഒരു യോദ്ധാവാ, യങ്സ്റ്ററാണ്. അതേസമയത്ത് നമ്മൾ ഭൂരിഭാഗം പേരും നമ്മളിപ്പം ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് നമ്മുടെ ഒരു മനുഷ്യജന്മത്തിനെ 4 ആയിട്ട് തിരിക്കുമ്പോഴേ 120 വയസ്സ് വരെയാ
ഒരു മനുഷ്യജന്മത്തിന്റെ കാലാവധി പറയുന്നത്. അപ്പം 30 അപ്പം ആദ്യത്തെ 30 ബ്രഹ്മചര്യം, അടുത്ത 30 60 ഗാർഹസ്ഥ്യം, അടുത്ത 30 90 വരെ വാനപ്രസ്ഥം, പിന്നെ സന്യാസം 90 തൊട്ട് 120 വരെ. അല്ലെങ്കിൽ 100 ആണെങ്കിൽ 25 തൊട്ട് 25 വർഷം ബ്രഹ്മചര്യം, 50 വയസ്സ് വരെ ഗാർഹസ്ഥ്യം, 50 തൊട്ട് 75 വരെ വാനപ്രസ്ഥം, 75 തൊട്ട് 100 വരെ സന്യാസം. അപ്പൊ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ആശ്രമ ധർമ്മങ്ങളുണ്ട്. ഞാൻ എൻ്റെ സ്വധർമ്മം ആ ആശ്രമ ധർമ്മങ്ങൾക്ക് അനുസരിച്ച് ഞാൻ മാറ്റണം. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ആശ്രമം അനുസരിച്ച് അവരൊരു കടമകളെ നിറവേറ്റണം. ഇപ്പൊ നമ്മൾ ഭൂരിഭാഗം പേരും ഈ ഗാർഹസ്ഥ്യം വിട്ടു മാറുന്നില്ല. ഓരോ ആശ്രമത്തിന് ഓരോ കടമകളുണ്ട്, ധർമ്മമുണ്ട്. ഇപ്പോ ഞാൻ ഗാർഹസ്ഥ്യത്തിൽ നിന്ന് മാറി ഞാൻ ഈ പരമാത്മ ചൈതന്യത്തോട്ടിൽ ഞാൻ സന്യാസത്തിലോട്ട് പോകണം. പെട്ടെന്ന് സന്യസിക്കാൻ പറ്റുമോ? അപ്പം എൻ്റെ വാസനകളിൽ നിന്ന് ഞാൻ മാറണം. അതിന് സാധനങ്ങൾ അഭ്യസിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി സമചിത്തതയിൽ കൊണ്ടുവന്ന് ആ ജീവൻ മുക്തിയിൽ കൊണ്ടുവരണം. പിന്നാണ് സന്യാസം തുടങ്ങുന്നത്. അപ്പൊ ഇതിനുള്ള ഞാൻ പരിശീലനം ഇല്ലാതെ മനസ്സിന് ഇതൊന്നും ഒക്കത്തില്ല. അവസാന കാലത്ത് എനിക്ക് എല്ലാം നടക്കും, അങ്ങനെ നടക്കുന്ന ഒരു സംഗതിയല്ല. മനസ്സിനെ പരിശീലനം കൊണ്ടേ നമ്മുടെ കർമ്മവാസനയിൽ മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോ നമ്മൾ ഈ വാനപ്രസ്ഥ സമയത്ത് നമ്മൾ ഈ സാധനകളിൽ കൂടെ നമ്മൾ ഈ പരമാത്മ ചൈതന്യത്തിലോട്ട് അടുക്കുമ്പോഴേ ആ ജ്ഞാനം ആർജിക്കുന്നതോടി ബാക്കിയുള്ള റെസിഡ്യൂൽ ആയിട്ടുള്ള ബാക്കി വരുന്ന ഒരു വാസനകളുണ്ടല്ലോ, ഈ വാസന എല്ലാം അനുഭവിച്ച് തീർക്കാൻ പറ്റത്തില്ല. ഈ ജ്ഞാനത്തിന്റെ എഫക്റ്റിൽ അതങ്ങ് നള്ളിഫൈ ആയി പോകും, അത് വാനിഷ് ആയി പോകും. ഈ ജ്ഞാനാക്തിയിൽ ബാക്കി വാസനകൾ കരിഞ്ഞു പോകുന്ന പറഞ്ഞ് ഭസ്മമായി പോകും. എന്നുവെച്ചാൽ അതില്ലാതായി തീരും. അല്ലാതെ എല്ലാ വാസനകളെയും അനുഭവിച്ചാണ് ഞാൻ ആത്മസാക്ഷാത്കാരത്തിൽ പോകുന്നതല്ല അതിന്റെ അർത്ഥം. നമ്മുടെ ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മുടെ വാസനകളെല്ലാം നമ്മളെ ഭൂരിപക്ഷവും നമ്മൾ അത് അണ്ടർഗോ ചെയ്തിരിക്കണം. അപ്പം പക്ഷെ ആ ആശ്രമം കഴിയുമ്പോൾ എനിക്ക് ഇനിയും ഉണ്ടല്ലോ വാസനകൾ തീർക്കണമല്ലോ, നമ്മൾ ആരും വിടുന്നില്ല. നമ്മള് മക്കള്, കൊച്ചുമക്കള്, നമ്മളിങ്ങനെ അവരും ആ ലോകത്തിൽ നിന്ന് വിടാതെ നമ്മൾ ആ ലോകമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുക, സംഘത്തിൽ ഇരിക്കുക. ആ സംഘം നമ്മൾ മാനസികമായിട്ട് വിടണം. നമ്മൾ കാട്ടിപ്പോയി ഒരു ആശ്രമത്തിൽ പോയി ഇരിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ കാട്ടിപ്പോയി ഇരിക്കുകയാണെന്നുള്ളതല്ല. നമ്മൾ എവിടെ ഇരുന്നാലും മനസ്സിൽ ആ വിരക്തി വരണം. അല്ലാതെ മനസ്സിലായില്ലേ, നമ്മൾ മനസ്സിൽ വിരക്തി വരാതെ നമ്മൾ ഓടിപ്പോയി എവിടെയെങ്കിലും ഇരുന്നിട്ട് മാറിപ്പോയി ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം പക്ഷേ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ കടമകളെല്ലാം നിറവേറ്റണം. ഈ കടമകൾ നിറവേറ്റുമ്പോൾ ആ കടമകളെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വിടയേ പറ്റൂ. ഒരു പോൾ വാട്ടന്റെ സംഗതി നമുക്ക് നേരത്തെ അറിയാമല്ലോ. ഒരു പോൾ വാട്ട് എന്ന് പറഞ്ഞാൽ അത് ആ പോൾ കൊണ്ട് വന്നിട്ട് ഒരു സമയമാകുമ്പോൾ അത് പോളിനെ വിടണം, അല്ലെങ്കിൽ അതൊരു ആപത്തായിട്ട് മാറും. നമ്മളെന്ന് പറഞ്ഞ പോലെ ഓരോ ആശ്രമധർമ്മം അനുസരിച്ചും നമ്മൾ മാറണം. അതിനനുസരിച്ച് ഞാൻ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അപ്പൊ ഇത് വളരെ മുഖ്യമാണ്. ഈ സംഘം എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടിരുന്ന പരിശീലിച്ചു കൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. അതായത് എനിക്ക് പെട്ടെന്ന് ഞാൻ ഇതെല്ലാം എൻ്റെ കർമ്മങ്ങളെല്ലാം ഗൃഹശാസ്ത്രം ഇരുന്നപ്പോ എനിക്കല്ല ഇതൊന്നും ഇഷ്ടമല്ല, ഞാൻ പോയി സന്യാസിയാവാൻ പോവാ, എനിക്ക് ആത്മസാക്ഷാത്കാരം കിട്ടണം, എനിക്ക് മോക്ഷം കിട്ടണം പറഞ്ഞുകൊണ്ട് എന്നെ ഗൃഹശാസ്ത്രത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. ഏത് മനസ്സോടെ? സമചിത്തതയോടെ, ബാലൻസ്ഡ് മൈൻഡോടെ. നമ്മൾ ഒന്നിന്നും ഒളിച്ചോടാൻ പറ്റത്തില്ല. ഇതിനെ നമ്മൾ വിജയകരമാവണം വെച്ചാൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നല്ല അല്ല, നമ്മൾ ഉള്ളിൽ ശപിച്ചോണ്ടല്ല, ഉള്ളിൽ പ്രായോഗികം. എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് അനുഭവങ്ങൾ വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട അനുഭവങ്ങൾ കുറച്ചേ ഉള്ളൂ, ഭൂരിഭാഗവും എനിക്ക് ദുരിതമായിട്ട്. ആ ദുരിതത്തിനെ ഞാൻ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ആ ഒരു മനോഭാവം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇതെല്ലാം ഈ പാരമാർത്ഥ സത്യങ്ങളെ അറിയുമ്പോൾ ഇത് എന്നിൽ നിന്ന് പോയത് എന്നിൽ തന്നെ വന്നേ പറ്റൂ. ഞാൻ ഇതിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത ഇനി ജന്മങ്ങൾ കൊണ്ട് പിന്നെയും ഞാൻ ഇത് അനുഭവിച്ചേ പറ്റൂ. ആ രീതിയിലോട്ട് പോകേണ്ടി വരും. അതാണ് ഇതിനകത്ത് പറഞ്ഞ നിസ്സംഗത്വം. ഈ നിസ്സംഗത്തിന് ഇതൊരു വളരെ അർത്ഥമുണ്ട്. നമ്മളൊരു സാധാരണ നമുക്ക് വിരക്തി വന്ന് ഞാൻ പർപ്പസ് ആയിട്ട് കൊണ്ടുവരാന്ന് വിചാരിക്കരുത്. നമ്മൾ ഓരോ സംഗതികളെയും ഈ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്ന് മാറി എൻ്റെ കർമ്മങ്ങളെ, വാസനാകർമ്മങ്ങളെ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്ന് മാറി ധർമ്മത്തിൽ ചെയ്യാൻ പഠിക്കണം. വിവേകത്തിൽ അങ്ങനെ ചെയ്യാൻ പഠിക്കുമ്പോൾ എനിക്ക് ഏത് വന്നാലും എനിക്ക് അഭിമുഖീകരിക്കാം. ആത്മസംയമനം നമ്മൾ നേരിടും. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖം മാത്രമേ വരാവൂ, ദുഃഖം വരരുത് എന്നാഗ്രഹിക്കുന്ന വിവേകക്കേടാണ്. വന്നും പോയി ഇരിക്കുന്ന സുഖദുഃഖങ്ങളെ നിസ്സംഗഭാവത്തിൽ അഭിമുഖീകരിക്കുന്ന ബ്രഹ്മനിഷ്ഠനെ മ്യൂട്ട് ചെയ്യണേ. ബ്രഹ്മനിഷ്ഠന് യാതൊന്നിന്റെ നേരെ സന്തോഷമോ വെറുപ്പോ ഉണ്ടാവില്ല. മനസ്സിന്റെ നിറം ദൃശ്യവസ്തുക്കളിൽ ആരോപിക്കാതെ വസ്തുക്കളെ യഥാർത്ഥമായി കാണുന്ന, എല്ലാം പരമ്പൊരുളുടെ വിലാസം മാത്രമെന്ന് കാണുന്ന സിദ്ധപുരുഷന് ശുഭ അശുഭ ഭേദകൽപ്പന തന്നെ ഉണ്ടാവാതെ വയ്യ. ഹർഷമോ വിഷാദമോ ഇല്ലാത്ത അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ അന്യരുടേതുമായി തുലനം ചെയ്യാനാവില്ല.
ഇത് ഈ നമ്മുടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മൾ നിസ്സംഗത്വം എന്ന് പറയുന്നത് നമ്മൾ പർപ്പസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന, നമ്മൾ ചില മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. നമ്മൾ ഇത് കാര്യങ്ങളെ അറിഞ്ഞുണ്ടാക്കിയെടുക്കുന്ന ഒരു നിസ്സംഗത്വമാണ്. അത് നമ്മുടെ കർത്തവ്യ അവോയ്ഡ് ചെയ്തുകൊണ്ടല്ല, കർത്തവ്യ കർമ്മങ്ങളെ ചെയ്തുകൊണ്ടാണ് നിസ്സംഗത്വം ഉണ്ടാക്കേണ്ടത്. ഈ ഒരു പോയിന്റ് ഓർത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇതിനകത്ത് മറ്റേ ഇതിനകത്ത് കൊച്ചുമോ, ഇതിനകത്ത് ഇതിന്റെ അർത്ഥം ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: ആരാണോ ദേഹധനാദിയിലൊന്നിലും മമതയില്ലാതെ അപ്പോഴപ്പോൾ ശുഭമോ അശുഭമോ വന്നു ചേരുമ്പോൾ അഭിനന്ദിക്കുന്നില്ല, അശുഭത്തെ ദ്വേഷിക്കുന്നുമില്ല, അങ്ങനെയുള്ള ഒരാളാണ് സത്യബോധം സുസ്ഥിരമാണ്. മമതയാണ് ലൗകികമായ സ്നേഹം. ആ സ്നേഹം നിമിത്തം മറ്റൊന്നിനോ മറ്റൊരാൾക്കോ വന്നു ചേരുന്ന ഹാനിയോ അഭിവൃദ്ധിയോ തനിക്ക് വന്നു ചേരുന്നതായി കരുതാൻ ഇടവരുന്നു. അതെന്തുവാണ്? അതിന്റെ അർത്ഥം എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. മമതയാണ് ലൗകികമായ സ്നേഹം. ആ സ്നേഹം നിമിത്തം മറ്റൊന്നിനോ മറ്റൊരാൾക്കോ വന്നു ചേരുന്ന ഹാനിയോ അഭിവൃദ്ധിയോ തനിക്ക് വന്നു ചേരുന്നതായി കരുതാൻ ഇടവരുന്നു. സർവത്ര ദർശിക്കുന്ന സ്ഥിതപ്രജ്ഞന് സ്വന്തം ദേഹം ഉൾപ്പെടെ യാതൊന്നിലും അത്തരം സ്നേഹം സംഭവിക്കുന്നില്ല. സുഖഹേതുവായ ഭാര്യാപുത്രാദിയാണ് ശുഭവിഷയം. അത്തരം സുഖവിഷയങ്ങളുടെ ഗുണവർണ്ണനമാണ് അഭിനന്ദനം. ഈ ഗുണകഥനം അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായതുകൊണ്ട് ഒരു തമോ ഗുണ പ്രവൃത്തിയാണ്. അന്യരുടെ പാണ്ഡിത്യം, അഭിവൃദ്ധി തുടങ്ങി തന്റെ മനസ്സിൽ അസൂയാദി ദോഷങ്ങൾ ഉളവാക്കി ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് അശുഭ വിഷയങ്ങൾ. അവയിൽ ദോഷവർണ്ണനത്തിന് പ്രേരിപ്പിക്കുന്ന ചിത്തവൃത്തിയാണ് ദ്വേഷം. ഇതും തമോ ഗുണ പ്രവൃത്തിയാണ്. അപ്പൊ അന്യരെ സ്തുതിക്കുന്നതോ അതാണ് അവരവര് തന്നെ പറയുന്ന കാര്യമാണോ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. അത്തരം നിന്ദ കൊണ്ട് തനിക്കല്ലാതെ മറ്റാർക്കും ദോഷം സംഭവിക്കുന്നില്ല. നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തുകൊണ്ടാ കരയുന്നത് അല്ലെങ്കിൽ സന്തോഷിക്കുന്നത്? നമ്മള് ആ ഒരു കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് നമ്മളെ പ്രതിഷ്ഠിക്കുക, നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക, ഇല്ലയോ? നമ്മളൊരു സിനിമ തിയേറ്ററിൽ നിന്ന് കരയുന്നു, പല പല. അപ്പൊ അത് ഞാൻ ആ സിറ്റുവേഷനിൽ ആ കഥാപാത്രമായിട്ട് അങ്ങനെ തന്മയി ഭവിക്കുക. ഇതുപോലെ നമ്മള് പരസ്പരം ഇതാണ്, ഞാൻ എനിക്ക് വരുന്ന അനുഭവങ്ങളെയും മറ്റുള്ളവർക്ക് വരുന്ന അനുഭവങ്ങളെയും ഞാൻ എന്റേതാ ഈ അഹന്ത എന്നുള്ളത്, ഞാൻ എന്റെ ഇതാണ് കയറി റിയാക്ട് ചെയ്യുന്നത്, ഇതാണ് കയറി പ്രവർത്തിക്കുന്നത്. ഈ രീതിയിൽ പോയാൽ എനിക്ക് എങ്ങനെ സമചിത്തത നേടാൻ കഴിയും? നീ ഇപ്പൊ വായിച്ചതിന്റെയൊക്കെ ഒരു പാരലൽ എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ല, അപ്പം അന്യരുടെ സുഖ ദുഃഖങ്ങളിൽ നമ്മള് അവർക്ക് സുഖം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും അവർക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണോ? അല്ല, അത് അവരുമായിട്ടുള്ള നമ്മൾ കമ്പാരിസനെ എന്തിനു പോകുന്നു? മറ്റുള്ളവർക്ക് ദുഃഖം വരുമ്പോൾ ഞാൻ ദുഃഖിക്കണം, മറ്റുള്ളവർക്ക് സുഖം വരുമ്പോൾ ഞാൻ നമ്മൾ എല്ലാത്തിനെയും വിവേകത്തിൽ കാണാൻ ശ്രമിക്കണം. മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് എന്റെ അനുഭവം. ഇപ്പൊ എന്റെ മകന്റെ ദുഃഖം എനിക്ക് ദുഃഖമാ, മകന്റെ സുഖമാണ് എന്റെ സുഖം. അതെന്റെ അഹന്താമതയിലുള്ളതാ. ഈ രീതിയിൽ നമ്മൾ ലൗകികമായിട്ട് ചിന്തിക്കുമ്പോഴോ, ലൗകികമായിട്ടല്ലയോ, നമ്മൾ ലൗകിക ജീവിതത്തിൽ പോലും നമ്മുടെ മനോഭാവം ഇതായിരിക്കണം. നമ്മുടെ മനോഭാവത്തിലുള്ളത്. പക്ഷെ നമ്മൾ വ്യാവഹാരികതയിൽ ഇങ്ങനെ കാണിക്കുമെങ്കിലും മനസ്സിന്റെ തലത്തിൽ ഇതായിരിക്കണം. ഈ സത്യം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മള് മകനൊരു ദുഃഖം വരുമ്പോഴേ അയ്യോ ഞാനിതുമായിട്ട് ബന്ധമില്ല, അങ്ങനെ മാറിപ്പോകാനല്ലേ പറഞ്ഞേ. ആ മകനെ ആശ്വസിപ്പിക്കുമ്പോഴും ഇത് ഞാനുമായിട്ട് ബന്ധമില്ല, അവനൊരു വ്യക്തിയാണ്. എന്റെ മകനോ മകളോ ആയോണ്ടല്ല, ഈ ജന്മത്തിൽ എനിക്ക് ജനിച്ചതേ ഉള്ളൂ. കഴിഞ്ഞ ജന്മം വേറെ ഏതോ ഒരു വ്യക്തിയായിരുന്നു. വേറെ ആരും അച്ഛനും അമ്മയ്ക്ക് ജനിച്ച് വളർന്ന് ഏതൊക്കെ കർമ്മങ്ങൾ കൂട്ടി അവന്റെ ഒരു സിറ്റുവേഷൻ വേണ്ടി എന്നിലും എന്റെ ഭാര്യ കൂടെ ജനിച്ചു എന്നല്ലാതെ ഞാനുമായിട്ട് വേറെ ബന്ധമില്ല. അവന്റെ കർമ്മഫലം അവന് അനുഭവിക്കണം, എന്റെ കർമ്മഫലം ഞാൻ അനുഭവിക്കണം. അപ്പം നമ്മളെ അത് വിവേകത്തിൽ കാണാൻ ശ്രമിക്കണം. നമ്മൾ അഹന്താമതയിലല്ല കാണേണ്ടത്. ഈ ഒരു ആസ്പെക്ട് ബാലകൃഷ്ണൻ നായർ സാർ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇത് എക്സാമ്പിൾ ആണ് ഒരു സിനിമ. നമ്മൾ എന്തുകൊണ്ട് കരയുന്നു? ആ കഥാപാത്രം ഞാനാണെന്നുള്ള അതുമായിട്ട് അങ്ങ് തന്മയി ഭവിക്കുക. എന്റെ അഹന്താമതയുടെ വർക്കാവുന്നേ. നമ്മുടെ ഈ അഹന്താമതയിൽ ഒരിക്കലും ഇരിക്കരുത്. നമ്മൾ വിവേകത്തിൽ വരണം. അതുകൊണ്ടല്ലയോ നമ്മൾ ഈ സിനിമ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേ ഇതൊരു സിനിമയല്ലേ, നമ്മൾ പെട്ടെന്ന് മാറും, നമ്മൾ കണ്ണൊക്കെ തുടയ്ക്കും. നമ്മൾ ആ കരാരി ഈ വിവേകം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം.
അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതല്ല. ഈ എന്തുകൊണ്ടാണ് ഈ കർമ്മഫലമാണ്, ഇതെന്താണ് അതിൽ ആ ദുഃഖത്തിനെ നമ്മൾ പക്ഷേ കൊച്ചമ്മ ഞാൻ ചോദിക്കട്ടെ, ഉം. ഇപ്പം അല്ല, നമ്മളിപ്പോ ലൗകികമായിട്ട് ഇടപെടുമ്പോൾ വ്യാവഹാരിക തലത്തിൽ നമ്മൾക്ക് അവരുടെ ഇപ്പം ഒരാൾ ഷെയർ ചെയ്യുവാണ്. അപ്പൊ അവരുടെ സുഖദുഃഖങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ദുഃഖിക്കുന്നു, സുഖിക്കുന്നു, അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ആകുമ്പോഴല്ലേ ബാക്കിയുള്ളവർക്ക് ഒരു അക്സെപ്റ്റൻസ് ഞാൻ പറയുക. മറ്റുള്ളവർ ദുഃഖിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വേറെ ഓപ്പോസിറ്റ് റിയാക്ഷനോ അല്ലെങ്കിൽ നിസ്സംഗമായിട്ടിരുന്നാൽ അവരുടെ അല്ല ഞാൻ ചോദിക്കുന്നത്, അവർക്കൊരു ആശ്വാസമാകുമോ? അപ്പം വ്യാവഹാരികതയിൽ നമ്മൾ ഈ പ്രകടിപ്പിക്കേണ്ടതെല്ലാം പ്രകടിപ്പിക്കണം. ഇതിനർത്ഥം പ്രകടിപ്പിക്കണം. പക്ഷെ നമ്മൾ ഉള്ളിൽ അറിയണം ഇതൊക്കെ. അതാ ഞാൻ ചോദിച്ചത്. വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ളതാണ്. ഒരാൾക്ക് ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വിഷമിക്കുക. വ്യാവഹാരികതയിൽ പ്രകടിപ്പിക്കാനുള്ളതെല്ലാം നമ്മൾ പ്രകടിപ്പിച്ചേ പറ്റൂ. അതെ. പക്ഷെ ഉള്ളിൽ നമുക്ക് അറിയണം, ശരിക്കുള്ള അറിവ് നമുക്കുണ്ടായിട്ട് നമ്മൾ പക്ഷെ പ്രകടിപ്പിക്കാനുള്ളത് പ്രകടിപ്പിക്കണം. വ്യാവഹാരിക തലത്തിൽ നമ്മൾ ഒരിക്കലും ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. നമ്മൾ ആത്മീയമായിട്ട് ചിന്തിക്കുന്നതിനെ അത് വെച്ചിട്ട് വ്യാവഹാരികതയിൽ കാണിച്ചാൽ നമുക്ക് തല്ലുകൊള്ളും. അതെ. നിസ്സംഗമായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അത് വെളിയിൽ വ്യാവഹാരിക തലത്തിലല്ല നിസ്സംഗത. അതെ, ആധ്യാത്മിക തലത്തിൽ നമ്മൾ വിവേകത്തിലാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മുടെ മാനസിക നില എങ്ങനെ ആയിരിക്കണം എന്ന്. അങ്ങനെ ഒരു വ്യക്തിയാണ് സമചിത്തത കൈവരിക്കുന്നത്. അതെ. പക്ഷെ വെളിയില് വ്യാവഹാരിക തലത്തിൽ ബാക്കിയുള്ളവരുടെ ഇതിലും എല്ലാം നമ്മൾ ഇടപെട്ട് അവർക്ക് കരുണയാണ് അവർക്ക് വേണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക. അതെ, ഇപ്പൊ ഞാൻ ഒരാളെ കൊന്നിട്ട് ഞാൻ കൊന്നില്ല, ഞാൻ അയാളെ കൊല്ലാൻ പറ്റത്തില്ല, ഞാൻ ആത്മാവിന് അങ്ങനെ ആത്മാവിന് മരണമില്ലെന്ന് പറഞ്ഞിട്ടാൽ കൊന്നു കഴിഞ്ഞാൽ ഈ റൂൾ അനുസരിച്ച് ഞാൻ ജയിലിൽ പോയേ പറ്റൂ. ഞാൻ ഇതിനൊരു കഥ പറയുന്നുണ്ട്. സാറ് പറഞ്ഞൊരു കഥയാ. ഇയാള് ഗീത പഠിച്ചായോണ്ട് കോർട്ടി പറഞ്ഞു, ഞാൻ അയാളെ കൊന്നിട്ടില്ല, അയാൾക്ക് മരണമില്ല, ആത്മാവിന് മരണമില്ല, ആത്മാവാണ്. എന്നിട്ട് ജഡ്ജി വിധിച്ചു ഇയാളുടെ ശരീരത്തിന് തൂക്കിക്കൊല്ലുകയും ആത്മാവിനെ വെറുതെ വിടുകയും ചെയ്യാൻ പറഞ്ഞു. മനസ്സിലായോ? ഈ കൊന്ന ആള് പറഞ്ഞു, ഞാൻ അയാളെ കൊന്നിട്ടില്ല, കാരണം ആരും മനുഷ്യ ശരീരമല്ല, അയാൾ ആത്മാവാണ്, ആത്മാവിനെ കൊല്ലാൻ പറ്റത്തില്ല, ഗീത പഠിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ജഡ്ജി പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇയാളുടെ ശരീരത്തിനെ തൂക്കിക്കൊന്നിട്ട് ഇയാളുടെ ആത്മാവിനെ വെറുതെ വിട്ടേരെ എന്നും പറഞ്ഞു. എന്ന് പറയുന്ന പോലെ ഉള്ളു. നമ്മൾ ഈ വ്യാവഹാരികത വേറെ, പാരമാർത്ഥികത, പക്ഷെ നമ്മൾ രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചിരിക്കരുത്. നമ്മളെ എല്ലാ പ്രവൃത്തികളും ആത്മീയ ഈ ഒരു വിവേകത്തിൽ പ്രവർത്തിക്കണം. വ്യാവഹാരികതയിൽ ഈ വികാരങ്ങളെല്ലാം പ്രകടിപ്പിക്കാനുള്ള ആ വികാരങ്ങൾ വെച്ച് നമ്മൾ പ്രവർത്തിക്കരുത്, വിവേകത്തിൽ പ്രവർത്തിക്കണം. അത് ആരായാലും അങ്ങനെയാണ് ഈ സമചിത്തത കൈവരിക്കേണ്ടത്, നിസ്സംഗത്വം. സമയം തീരട്ടെ. ശരി, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മുമ്പേ ഞാൻ വായിച്ചായിരുന്നു, പിന്നെന്തായിരുന്നു മ്യൂട്ട് ചെയ്തെടുത്ത് മാറ്റി കുത്തിയോണ്ടായിരിക്കും, ഇല്ലയോ? വായിച്ചായിരുന്നു. ആരും പറയുന്നത് കേട്ടില്ല. അതാ ഞാൻ അതായിരിക്കും. ശരി, വേറൊന്നുമില്ല. നമുക്ക് നാളെ ഇനി തിങ്കളാഴ്ച 4 മണിക്കാണ്.